ആത്മീയ പുതുക്കത്തിൻ്റെ ജീവിതശൈലി 6-ാം ഭാഗം. പഴയ മനുഷ്യൻ്റെ ലക്ഷണങ്ങളിൽ 4-ാമത്തേതാണ് അശുദ്ധി. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധിയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നു. പഴയ മനുഷ്യൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ അശുദ്ധമാണ്, മറ്റുള്ളവരെ അധപ്പതിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. പുതിയ മനുഷ്യൻ്റെ വാക്കുകളോ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്നവയും അവരെ നല്ല വഴിയിൽ നടക്കുവാൻ സഹായിക്കുന്നതും ആയിരിക്കും. പഴയ മനുഷ്യൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ വെട്ടിമുറിക്കുമ്പോൾ പുതിയ മനുഷ്യൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ കെട്ടിപ്പടുക്കുന്നതാണ്. നല്ല വാക്ക് സഹോദര സ്നേഹത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാകയാൽ അത് ആത്മീയ വർധനവിന് കാരണമാകും. സൗമ്യതയോടും ദയോടും കൂടിയുള്ള വാക്കുകൾ കോപത്തോടും ഗൗരവത്തോടും കൂടിയുള്ള വാക്കുകളേക്കാൾ കേൾവിക്കാരുടെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ്. നമ്മെപ്പോലെ നമ്മുടെ സഹോദരനും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള വാസസ്ഥാനമാകയാൽ നമ്മുടെ തെറ്റായ സംസാരം നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. വൈരാഗ്യവും നീരസവും അസൂയയും കോപവും നിറഞ്ഞ വാക്കുകളല്ല പുതിയ മനുഷ്യരായ നമ്മിൽ നിന്നും പുറപ്പെടേണ്ടത്. പ്രത്യുത ഹൃദയ നൈർമല്യവും പരസ്പര സ്നേഹവും തുളുമ്പുന്ന വാക്കുകളത്രേ വരേണ്ടത്. അവ സ്നേഹവും സഹതാപവും നിറഞ്ഞവയാകയാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയില്ല. പകയും പിണക്കവും മനസ്സിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ സാധിക്കൂ. മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഗണിക്കാതെ പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, നമ്മോട് ക്ഷമിച്ചു, നമ്മെ രക്ഷിച്ചു. ഇത് നമുക്ക് നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുവാനുള്ള മാനദണ്ഡമാണ്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതുപോലെ നാമും ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളും അംശികളുമായവരോട് ക്ഷമിക്കുകയും അവരുമായി സ്നേഹത്തിൽ വർത്തിക്കുകയും വേണം. മറ്റുള്ളവരുടെ അനുകൂലമോ പ്രതികൂലവുമായ നില ഗണ്യമാക്കാതെ അവരെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നമുക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നമ്മെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. എഫേസ്യ ലേഖനം 4:29 മുതൽ 31 വരെയുള്ള ഈ വചനം നമുക്ക് വിളക്കാകട്ടെ. പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ മാനദണ്ഡമായ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്വഭാവം പുതിയ മനുഷ്യരായ നമ്മിൽ പ്രക്ഷോഭിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.